T20 ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ച സഞ്ജു സാംസൺ സെലക്ടർമാരുടെ വിശ്വാസത്തെ ന്യായീകരിക്കുന്ന കിടയറ്റ ബാറ്റിംഗ് പുറത്തെടുത്തിട്ടും IPL-ലെ സൂപ്പർ ത്രില്ലറിൽ രാജസ്ഥാൻ റോയൽസിന് പരാജയം നേരിടേണ്ടി വന്നു. ഡൽഹി ക്യാപിറ്റൽസ് 20 റൺസിനാണ് കരുത്തരായ രാജസ്ഥാനെ വീഴ്ത്തിയത്. ബൗളിംഗിലെ പരാജയമാണ് RRന് വിനയായത്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസ് എടുത്തപ്പോൾ രാജസ്ഥാന്റെ പ്രയാണം 20 ഓവറിൽ 8-ന് 201 എന്ന നിലയിൽ അവസാനിക്കുകയായിരുന്നു. പിന്നീട് വന്ന റിയാൻ പരാഗ്, ശുഭം ദുബൈ എന്നിവർ സഞ്ജുവിന് മികച്ച പിന്തുണ നൽകി. റൺ റേറ്റ് ഉയർത്താനുള്ള ശ്രമത്തിനിടെ 16-ാം ഓവറിലെ 4-ാം പന്തിൽ സഞ്ജു പുറത്തായതോടെ RR ക്യാമ്പ് നിശ്ചലമായി. ബൗണ്ടറി ലൈനിന് തൊട്ടരികിൽ മുകേഷ് കുമാർ കഷ്ടിച്ച് ക്യാച്ച് എടുക്കുകയായിരുന്നു. ഷായി ഹോപ്പാണ് നിർണായക വിക്കറ്റ് വീഴ്ത്തി ഡൽഹിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിച്ചത്. 46 പന്തിൽ 86 റൺസാണ് സഞ്ജു നേടിയത്. 8 ബൗണ്ടറികളും 6 സിക്സറുകളും ഉൾപ്പെടുന്ന മനോഹര ഇന്നിംഗ്സ് ആയിരുന്നു സഞ്ജുവിന്റേത്. പിന്നീടുള്ള 4 ഓവറിൽ 12 മുകളിൽ റൺ റേറ്റ് ആവശ്യമായിരുന്നു. ശുഭം, ഡൊനോവൻ, അശ്വിൻ, പവൽ എന്നിവർക്കൊന്നും മികച്ച ഷോട്ടുകൾ പായിക്കാനായില്ല. ഇതോടെ 8-ന് 201 എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിച്ചു. നേരത്തെ ടോസ് നേടിയ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സ്വന്തം കാണികൾക്ക് മുന്നിൽ ബാറ്റിംഗ് ആരംഭിച്ച ഡൽഹിക്ക് ഏറ്റവും മികച്ച തുടക്കമായിരുന്നു അത്. ജേക്ക് ഫ്രേസർ മഗ്ഗർക്കും അഭിഷേക് പോറലും ചേർന്ന് 4.2 ഓവറിൽ ഓപ്പണിംഗ് വിക്കറ്റിൽ 60 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. കേവലം 20 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം മഗ്ഗർക്കാണ് ആദ്യം പുറത്തായത്. 7 ബൗണ്ടറികളും 3 സിക്സറുകളും അടിച്ച് അതിവേഗം 50 റൺസ് തികയ്ക്കുകയായിരുന്നു. ഷായി ഹോപ്പ്, അക്ഷർ പട്ടേൽ എന്നിവർ പുറത്തായ ശേഷമാണ് ഓപ്പണർ അഭിഷേക് പോറലിന്റെ വിക്കറ്റ് വീണത്. 36 പന്തിൽ 65 റൺസ് എടുത്ത് പോറൽ ടോപ്പ് സ്കോററായി. ടീം സ്കോർ 13.5 ഓവറിൽ 150-ലെത്തി നിൽക്കെ 15 റൺസുമായി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ക്രീസ് വിട്ടു. എന്നാൽ ട്രിസ്റ്റൻ സ്റ്റബ്സ് 20 പന്തിൽ 41 റൺസ് എടുത്ത് സ്കോറിംഗിന്റെ വേഗത കാത്തു സൂക്ഷിച്ചു. 3 സിക്സറുകളും 3 ബൗണ്ടറികളുമാണ് സ്റ്റബ്സ് പായിച്ചത്. രാജസ്ഥാനു വേണ്ടി അശ്വിൻ 4 ഓവറിൽ 24 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തി.